ഡയറക്ഷൻ ഇ-ലേണിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലൂടെ ഇന്ത്യൻ ജോഗ്രഫിയിലെ അടുത്ത ടോപ്പിക്കായ കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ തീരസമതലങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇന്ത്യയുടെ പശ്ചിമ ഭാഗത്തായിട്ടും പൂർവ്വഭാഗമായിട്ടും നിലകൊള്ളുന്ന ഭൂപ്രകൃതിയാണ് പശ്ചിമ തീരസമതലവും പൂർവ്വ തീരസമതലവും അഥവാ വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്, ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ പശ്ചിമ തീര സമതലം എന്ന ഭൂപ്രകൃതി ഇന്ത്യയിൽ കാണപ്പെടുന്നത് വെസ്റ്റേൺ ഘട്ട്സിനും അറബിക്കടലും ഇടയിൽ വരുന്ന തീരസമതലം പ്രദേശമാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ പശ്ചിമ തീര സമതലം. ഗുജറാത്തിലെ റൺ ഓഫ് കച്ച് മുതൽ ദക്ഷിണേന്ത്യയുടെ കന്യാകുമാരി വരെ നിലകൊള്ളുന്ന ഭൂപ്രകൃതി സമതല പ്രദേശങ്ങളാണ് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ്. ഗുജറാത്തില് വെസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അറിയപ്പെടുന്നത് കച്ച് തീരസമതല പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. മഹാരാഷ്ട്ര, ഗോവ, മംഗലാപുരത്ത് കൊങ്കൺ കോസ്റ്റൽ പ്ലെയിൻ അഥവാ കൊങ്കൺ തീരസമതലം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യയുടെ ഏറ്റവും വലിയ സോൾട്ട് ഡെസേർട്ടാണ് റൺ ഓഫ് കച്ച്. കേരളത്തിൽ അറിയപ്പെടുന്നത് മലബാർ കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ മലബാർ തീരസമതലം എന്നാണ് അറിയപ്പെടുന്നത്. ഏറ്റവും കൂടുതൽ കായലുകളും ലഗൂണുകളും ഒക്കെ കാണപ്പെടുന്നത് മലബാർ തീരസമതല പ്രദേശത്താണ്. അടുത്തത് ഈസ്റ്റേൺ കോസ്റ്റൽ പ്ലെയിൻസ് അഥവാ പൂർവ്വ തീരസമതലം. പൂർവ്വ തീരസമതലം നിലകൊള്ളുന്നത് ഈസ്റ്റേൺ ഘട്ടിനും ബേ ഓഫ് ബംഗാളിനും ഇടയിലുള്ള സമതല പ്രദേശങ്ങളാണ് പൂർവ്വ തീരസമതല പ്രദേശം. വെസ്റ്റ് ബംഗാളിലെ സുന്ദർബൻ ഡെൽറ്റ മുതൽ ദക്ഷിണേന്ത്യയിൽ കന്യാകുമാരി വരെ നീണ്ടുകിടക്കുന്നതാണ് പൂർവ്വ തീര സമതലം. ഏറ്റവും കൂടുതൽ ഡെൽറ്റകൾ രൂപീകരിക്കപ്പെട്ട സമതല പ്രദേശവും കൂടിയാണ് പൂർവ്വ തീര സമതലം. തമിഴ്നാട്ടിലും ആന്ധ്രാപ്രദേശിലും അറിയപ്പെടുന്നത് പായൻ ഘട്ട് എന്നാണ്. മഹാനദിക്കും കൃഷ്ണ നദിക്കും ഇടയിൽ കിടക്കുന്ന സമതല പ്രദേശത്തെ നോർത്തേൺ സിർക്കാർസ് എന്നാണ് അറിയപ്പെടുന്നത്. ഒറീസയിൽ ഉത്കൽ സമതല പ്രദേശങ്ങൾ എന്നാണ് അറിയപ്പെടുന്നത്. കാവേരിയും കന്യാകുമാരിക്കും ഇടയിൽ കിടക്കുന്ന സമതല പ്രദേശങ്ങളെ കൊറോമണ്ടൽ കോസ്റ്റ് അഥവാ കൊറോമണ്ടൽ സമതല പ്രദേശം എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട കായലുകളാണ് പുലിക്കട്ട് ലേക്ക്, ചിലിക്ക ലേക്ക്, കൊള്ളേരു ലേക്ക്. ഇത്രയുമാണ് തീരസമതല പ്രദേശങ്ങളെക്കുറിച്ച്. എല്ലാവർക്കും ഈ ടോപ്പിക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.